ഫോറിൻ കൺട്രീസിലേക്ക് ജോബ് നോക്കുന്ന പലരുടെയും മുമ്പിലുള്ള ഒരു ബാരിയർ ആണ് ലാംഗ്വേജ്. നാട്ടിലുള്ള പലരും ചോദിക്കാറുണ്ട്, ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് പുറകിലാണ്, എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് കിട്ടാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറബിക് നേറ്റീവ് നേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ മാൻ പവർ പോലുള്ള ലേബർ കാറ്റഗറി ജോബ്സിനൊന്നും ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിട്ട് വരാറില്ല. നമുക്ക് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അതായത് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി മാത്രമാണ് അവിടെ ആവശ്യം വരുന്നത്. അത് ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും നമുക്ക് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ അവിടുത്തെ ഒരു ഇഷ്യൂ ആയിട്ട് വരുള്ളൂ. പിന്നെ ബാക്കിയുള്ള ജോബ്സിൽ ഹൈ സ്കില്ല് വേണ്ട ജോബ്സും ഉണ്ട്. പക്ഷെ കോമൺ ആയിട്ട് വരുന്ന ജോബ്സിന് നാറ്റീവ് സ്പീക്കേഴ്സിന്റെ പോലെയുള്ള ഫ്ലുവൻസി ഒന്നും ആവശ്യമില്ല. ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായാൽ മതി. അതായത് നമുക്ക് ജോബ്സ് ഒക്കെ അസൈൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനും അതുപോലെ തിരിച്ച് അവരോട് റിപ്ലൈ ചെയ്യാനുമുള്ള ഒരു ബേസിക് സ്കില്ല്. അത് പക്ഷേ കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല, ഒരു റൈറ്റിംഗിലും റീഡിംഗിലും എല്ലാം ആ ഒരു ബേസിക് സ്കില്ല് നമുക്ക് ഉണ്ടാവണം. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ലാംഗ്വേജ് അറബിക് ആണ്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിലെല്ലാം അറബിക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് റീഡിംഗും റൈറ്റിംഗും അതുപോലെ കമ്മ്യൂണിക്കേഷനും അറബിക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വരുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ഹിന്ദി, അതുപോലെ മലയാളം, തമിഴ്. ഈ ലാംഗ്വേജസ് നിങ്ങൾക്ക് റൈറ്റിംഗും റീഡിംഗും ഒന്നും അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ കമ്മ്യൂണിക്കേറ്റബിൾ ആണെങ്കിൽ അത് നിങ്ങളുടെ വാല്യൂവിന് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് എത്ര ലാംഗ്വേജസ് അറിയാം എന്നുള്ളത് നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ ഹൈ ആക്കിക്കൊണ്ടിരിക്കും.